നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ഹിന്ദുവിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലത്തിലെ കേരളത്തിലെ സാഹചര്യങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ, കേരളത്തിലെ കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് നാളിതുവരെ ഇന്നലെ വരെയുള്ള ദിവസങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ? കേരളത്തിൻ്റെ വികസനം എങ്ങും ചർച്ച ചെയ്തില്ല. കേരളത്തിലെ യുവത്വം അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല. കേരളത്തിലെ ജനസംഖ്യ കുറയുന്നതിനെ പറ്റി പറഞ്ഞില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി എങ്ങും ചർച്ച ചെയ്തില്ല. കഴിഞ്ഞ വർഷം ജൂൺ മാസം 1-ാം തീയതി കേരളത്തിലെ വിദ്യാലയങ്ങൾ തുറന്ന സമയത്ത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ ഉദാത്ത ആശയത്തിൻ്റെ പ്രയോക്താക്കളായ നമ്മളുടെ ചില വിദ്യാലയങ്ങളിൽ ഗുരുക്കന്മാരുടെ പാദപൂജ നടത്തി. എത്രയോ നിസ്സാരമായൊരു ചടങ്ങ്. പാദപൂജ നടത്തിയപ്പോൾ അതെന്തോ മോശം പ്രവണതയാണ്, അത് തെറ്റാണ്, അതൊക്കെ നടത്തിയത് വളരെ പ്രാകൃത യുഗത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് ശബ്ദമുയർത്തുകയും അത് നടത്തിയ വിദ്യാലയങ്ങളിലേക്ക് മാർച്ച് നടത്തുകയും ആ വിദ്യാലയങ്ങളെ നശിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകളും അന്തിച്ചർച്ചകളും നടന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരാധനായിട്ടുള്ള കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര ആലേക്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഭാരതാംബയുടെ ഒരു ചിത്രത്തിൽ ഫോട്ടോ വെച്ചൊന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു ചർച്ചാ വിഷയം കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഓണമായപ്പോഴേക്കും മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ ഈ ഭാരതം നേടിയ സാമ്യമില്ലാത്ത രീതിയിൽ നമ്മൾ പാകിസ്ഥാൻ വിജയിച്ചിട്ടുള്ള ആ യുദ്ധ വിജയമുണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ സനാതനധർമ്മ വിശ്വാസികളുടെ അത്തപ്പൂക്കളം തീർത്തു. അത് തെറ്റാണ്. അതെന്തിനു ചെയ്തു? ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ശബരിമലയിലെ കൊള്ള, ഭഗവാന്റെ ഏറ്റവും വലിയ സ്വത്തുക്കൾ അടിച്ചു കൊണ്ടുപോകാൻ രാഷ്ട്രീയക്കാർ ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തിയ മോഷണം. ദിവസങ്ങൾ കഴിഞ്ഞു, ജനുവരി മാസമായി. ഒരു ലോട്ടറി ടിക്കറ്റ് അച്ചടിച്ച് വിട്ടു. കേരളത്തിലെ സർക്കാരിനെ നിലനിർത്തുന്ന ലോട്ടറിയാണ്. ആ ലോട്ടറി ടിക്കറ്റിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെയും ഹൈന്ദവ സനാതന ധർമ്മത്തെയും അവഹേളിച്ചുകൊണ്ടും മോശമാക്കിക്കൊണ്ടും ചിത്രീകരിച്ച ലോട്ടറി ടിക്കറ്റ്. ഓരോ ദിവസവും വാർത്തകൾ വരികയാണ്. ഇതിനെതിരെ ആര് പ്രതികരിക്കുന്നു?